അമ്പലം ശരിക്കും പ്രാർത്ഥിക്കാനുള്ള സ്ഥലമൊന്നും ആയിരുന്നില്ല. ഒരു അമ്പലം എന്ന് പറയുമ്പോൾ അത് സയന്റിഫിക്കലി ഒരു സയൻസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സ്ഥലമായിരുന്നു. ഇപ്പൊ നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ ആഘോഷമുണ്ട്, ഒരു പൂജയുണ്ട്, അത് കൂടാൻ പോകുന്നു, അങ്ങനെയൊന്നും ആയിരുന്നില്ല അമ്പലം. അമ്പലം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, അമ്പലം ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യത്തെ കാര്യമാണ് കോസ്മിക് വൈബ്രേഷൻസ്. അതായത് നമ്മുടെ യൂണിവേഴ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാ സംഭവങ്ങളും മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ കാര്യങ്ങളും മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഉണ്ട്. അപ്പം അതിനെയാണ് കോസ്മിക് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അതുകൂടാതെ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ്, പിന്നെ വെളിച്ചം, പിന്നെ ശബ്ദം, അതുകൂടാതെ ഫുഡ്, അതായത് ഭക്ഷണം, ഇതൊക്കെ ഒന്നിച്ചു വരുന്ന ഒരു സ്ഥലമായിരുന്നു അമ്പലം. ഒരു മനുഷ്യന്റെ ശരീരവും മനസ്സും ഇതൊക്കെ റീചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എനർജി സെന്റർ, അതായത് ഊർജത്തിന്റെ കേന്ദ്രമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന അമ്പലോ, ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോകുന്നത് അതൊന്നും വിചാരിച്ചിട്ടല്ല, അല്ലെ? നമ്മൾ പോകുന്നു, കൈ തൊഴുത് പ്രാർത്ഥിക്കുന്നു, നമ്മൾ തിരിച്ചു വരുന്നു, പ്രസാദം വാങ്ങിച്ച് തിരിച്ചു വരുന്നു, അതല്ലേ? അപ്പം എങ്ങനെയാ ആ ഒരു അമ്പലം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇത്രയും മാറിയത്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ വിദ്യ. ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്ട് ആണ്. പക്ഷെ ഹിന്ദു ഫിലോസഫിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ അത് ഞാൻ പഠിച്ച് മനസ്സിലാക്കി വീഡിയോസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അമ്പലത്തിന്റെ ഒരു കോൺസെപ്റ്റ്, നമ്മൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്, അല്ലെ? ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു വിഷമമുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ് ആയിട്ട് ഇരിക്കുന്ന ഒരാള് അമ്പലത്തിൽ പോകുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു കാംനെസ്, ഒരു പീസ് ആയിരിക്കും. അതിനെന്തായിരിക്കും കാരണം നമ്മൾ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ടോ? കുറെ കാലം മുന്നേ ഈ അമ്പലം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ഒരു 2000-3000 വർഷം മുന്നേ പൂജ ചെയ്യാനും യാഗങ്ങൾ ചെയ്യാനും ഒക്കെ പുറത്തൊരു ഓപ്പൺ സ്പേസിലായിരുന്നു ചെയ്യേണ്ടിരുന്നത്. അപ്പം കുറെ ആൾക്കാർ ഇങ്ങനെ ഒരുമിച്ച് വന്ന് ഒരു കമ്മ്യൂണിറ്റി പോലെ ആയിട്ടാണ് ഈ അമ്പലത്തിന്റെ ഒരു കോൺസെപ്റ്റ് വന്നത്. ഒരു അമ്പലം പണിയുമ്പോൾ തന്നെ ആഗമശാസ്ത്രവും വാസ്തുശാസ്ത്രവും ഒക്കെ നോക്കിയിട്ടാണ് പണിയുന്നത്. ശരിക്കും അമ്പലം എന്തിനായിരുന്നു പണിതത്? അതിൽ ഒരുപാട് എലിമെന്റ്സ് ഉണ്ട്. അതായത് ഏറ്റവും ആദ്യത്തെയാണ് അവിടുത്തെ പ്രാണപ്രതിഷ്ഠ, അതായത് വിഗ്രഹം, മെയിൻ വിഗ്രഹം സ്ഥാപിക്കുന്ന ഒരു സമയം അല്ലെങ്കിൽ സ്ഥലം. അതിനൊരു വലിയ പ്രോസസ് ആണുള്ളത്. ഒരുപാട് മന്ത്രങ്ങൾ ജപിച്ചിട്ടും വലിയ പൂജയും ഹോമങ്ങളൊക്കെ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ റീസൺ ആണ്, നമ്മൾ റൂമിൽ ഇരിക്കുമ്പം ഒരാൾ നമ്മളോട് സംസാരിക്കുന്ന രീതി നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഒരു എനർജി, ഒരു വൈബ് വരും. നമുക്ക് ആ ഒരു ആളുടെ പോസിറ്റീവ് എനർജിയാണോ നെഗറ്റീവ് എനർജിയാണോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ തന്നെ കുറെ ആൾക്കാർ ഇന്ന് യാഗം ചെയ്ത് ഒരുപാട് മന്ത്രങ്ങൾ പറഞ്ഞു ആ ഒരു പ്രതിഷ്ഠ, അതായത് ആ ഒരു വിഗ്രഹത്തിലേക്ക് എനർജി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു എനർജിയാണ് അമ്പലത്തിന്റെ ഒരു പൊസിഷൻ. അത് വാസ്തുശാസ്ത്രം ഒക്കെ നോക്കിയിട്ടാണ് ആ ഒരു പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മളിപ്പം അമ്പലത്തിന് പ്രദക്ഷിണമൊക്കെ വെക്കുമ്പോൾ ശരിക്കും ഒരു വിഗ്രഹത്തിന് പ്രദക്ഷിണം വെക്കുകയല്ല ചെയ്യുന്നത്. ആ ഒരു വിഗ്രഹത്തിൽ ഒരുപാട് എനർജി ഉണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയിലെ നെഗറ്റീവ് എനർജി ആ ഒരു വിഗ്രഹത്തിന്റെ പോസിറ്റീവ് എനർജി വെച്ച് ന്യൂട്രലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു അമ്പലത്തിൽ പോയി വരുമ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവ് ഫീലിംഗ് വരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ഒരു മോളിൽ പോയി വരുന്ന പോലെ ആയിരിക്കട്ടെ. പക്ഷെ അങ്ങനെയല്ല, അത് ഭയങ്കര ഡിഫറെന്റ് ഫീലിംഗ് ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് അമ്പലം പണിയുന്ന ഒരു കോൺസെപ്റ്റ്, അതായത് അതിന്റെ ആർക്കിടെക്ചർ. അതിനും ഇപ്പം ഈ എർത്തിന്റെ, അതായത് ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് അത് നോക്കിയിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ സോളാർ പാനലൊക്കെ വെക്കില്ലേ? അപ്പം ഏറ്റവും കൂടുതൽ സൺലൈറ്റ് കിട്ടുന്ന പൊസിഷനിലായിരിക്കും നമ്മൾ സോളാർ പാനൽ വെക്കുന്നത്. അങ്ങനെ തന്നെ ഈ ഒരു അമ്പലത്തിന്റെ ആർക്കിടെക്ചർ ആ അമ്പലത്തിന്റെ ഉള്ളിലെ എനർജി സേവ് ചെയ്യാനും എബ്സോർബ് ചെയ്യാനും ആ അമ്പലത്തിലെ വൈബ്രേഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് ആ ഒരു സ്പെസിഫിക് ആർക്കിടെക്ചർ ഉണ്ടാക്കുന്നത്. പിന്നെ മൂന്നാമത്തെ കാര്യമാണ്, അമ്പലങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന സാധനമാണ് ഒരു മണി. അപ്പം പെട്ടെന്ന് എവിടെയെങ്കിലും നമ്മൾ അമ്പലത്തിൽ ഇപ്പൊ ദീപാരാധന ഒക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളെല്ലാം വിട്ട് നമ്മളിപ്പോ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആലോചിക്കുകയാണ്, അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ശ്രദ്ധ, നമ്മുടെ ഫോക്കസ് നേരെ ആ വിഗ്രഹത്തിലേക്ക് പോകും, അല്ലെ? അതിന്റെ റീസൺ ആ ഒരു മണി, അതായത് ആ ഒരു ബെല്ലില് ഒരുപാട് വൈബ്രേഷൻസ് ഉണ്ട്. അപ്പം ആ ഒരു വൈബ്രേഷൻ അത് അടിച്ച ഉടനെ നിൽക്കില്ല, അത് കീപ്സ് സർക്യുലേറ്റിംഗ്. നമ്മുടെ ലെഫ്റ്റ് ബ്രെയിനും നമ്മുടെ റൈറ്റ് ബ്രെയിനിനെ ഈക്വലി അത് ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ഫോക്കസ് കിട്ടുന്നത്. ആ ഒരു മൊമെന്റിൽ നമ്മുടെ ഫോക്കസ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, ഭയങ്കര പീക്കിലായിരിക്കും. പിന്നെ നാലാമത്തെ കാര്യമാണ് വിളക്ക്. വിളക്ക് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയാ, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്, അല്ലെ? നമ്മളിങ്ങനെ ആകർഷിക്കും, നമ്മൾ അട്രാക്ട് ആയി പോകും. വിളക്ക് കത്തിയിരിക്കുമ്പോഴാണെങ്കിലോ പറയണ്ട. ഇപ്പം ഞങ്ങള് ഗുരുവായൂർ പോയായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക്. അപ്പം അവിടെ ചുറ്റുവിളക്ക്
കത്തിച്ചു. ഭയങ്കര രസമാണ് അത് കാണുമ്പോൾ തന്നെ. ഒരു ഫെസ്റ്റിവൽ എന്നുള്ളൊരു ഫീല് വരും. അപ്പൊ നമ്മുടെ മനസ്സിലെ എന്തെങ്കിലും ഒരു സ്ട്രെസ്സോ വിഷമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചേരത്തേക്ക് മറന്നുപോകും. അത്രയും പവർഫുള്ളാ. അത് മാത്രമല്ല, ഈ ഗീ നെയ്യ് ഒഴിച്ച വിളക്കിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. ബിക്കോസ് അതിന് നെഗറ്റീവ് എനർജിയും ആന്റി ബാക്ടീരിയൽ ആണെന്നും പറയും. എയർ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. 5ാമത്തെ കാര്യമാണ് ഗോപുരം. അത് നമ്മള് ഏത് അമ്പലത്തിൽ പോയാലും അത് ഭയങ്കര ഒരു സ്റ്റാൻഡിങ് ഔട്ട് ഒരു ഫീച്ചർ ആണ് അല്ലെ. അമ്പലത്തിന്റെ ഗോപുരം ദൂരെ തന്നെ കാണാൻ പറ്റും. അത് ഡിസൈൻ ചെയ്യുന്നതും ഈ അമ്പലത്തിന്റെ ഉള്ളിലുള്ള ഈ ഫ്രീക്വൻസി, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ മണിയുടെ വൈബ്രേഷൻ, വിളക്കിന്റെ പ്യൂരിഫിക്കേഷൻ, ആ വിഗ്രഹത്തിന്റെ എനർജി, അതൊക്കെ ആ ഒരു അമ്പലത്തിന്റെ ഉള്ളിൽ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയാണ് ആ ഗോപുരത്തിന്റെ സ്ട്രക്ചർ അങ്ങനെ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ഈ മന്ത്രങ്ങൾ പറയുമ്പോഴും കുറെ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പം ഒരാളെ നാമം ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും നമുക്ക് തോന്നില്ല, പക്ഷെ എന്തിനാണ് നാമം ചെല്ലുന്നത്, ഇത്ര ഉറക്കെ നാമം ചെല്ലുന്നത്, നമുക്ക് ഒരിക്കലും തോന്നില്ല. നമ്മളും കൂടി ചെയ്തു പോകും. അപ്പം അത്രയും ആ ഒരു എനർജി സേവ് ചെയ്യാൻ വേണ്ടി ആണ് ആ ഒരു ഗോപുരം ഉണ്ടാക്കുന്നത്. പിന്നെ 6ാമത്തെ കാര്യമാണ് പ്രസാദം ഇല്ലെങ്കിൽ തീർത്ഥം. നമ്മൾ എപ്പോഴും ലൈനിൽ നിൽക്കും അല്ലെ, തൊഴുത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർത്ഥം വാങ്ങിക്കാനും പ്രസാദം വാങ്ങിക്കാനും. അതിന് ഒരുപാട് ആയുർവേദിക് പ്രൂഫ് ഉണ്ട്. ഇപ്പം തീർത്ഥമാണെങ്കിലും കോപ്പർ ചെമ്പ് പാത്രത്തിലായിരിക്കും അല്ലെ, അതില് തുളസി ഉണ്ടാവാൻ, ചില സമയത്ത് ചില പൂക്കൾ ഉണ്ടാവാം. അപ്പം അത് റാൻഡംലി എടുത്ത് ഇടുന്നതല്ല. അതും കുറച്ചു നേരം ഇപ്പൊ കോപ്പർ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ കോപ്പർ ബോട്ടിലിൽ വെള്ളം കുടിക്കണം എന്നൊക്കെ പറയും. നമ്മുടെ ബോഡിക്ക് നല്ലതാണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ് എന്നൊക്കെ പറയും. അപ്പം അത് നമ്മുടെ ഹെൽത്തിനെ നോക്കിയിട്ടാണ് തീർത്ഥം പോലും തരുന്നത്. പ്ലസ് പ്രസാദം തരുന്നതാണെങ്കിലോ ചന്ദനത്തിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണ്, നമ്മുടെ ബോഡി, അതായത് നമ്മൾ ചന്ദനം എവിടെയാണോ തേക്കുന്നത് ആ ഒരു ഏരിയ തണുക്കും. അപ്പൊ നമ്മൾ ഇവിടെ തേക്കുമ്പം ആ ഒരു ഏരിയ നമ്മൾ കൂൾ ഡൗൺ ആവും. അപ്പം നമ്മുടെ ബോഡി കുറച്ച് കൂൾ ഡൗൺ ആവും എന്നാണ് പറയുന്നത്. അപ്പം ഇതൊക്കെ ആയുർവേദിക് പ്രൂഫ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെടുത്താലും വെറുതെ നമ്മൾ ചെയ്യില്ല, എല്ലാത്തിനും ഒരു പ്രൂഫ് ഉണ്ട്. പക്ഷെ നമ്മൾ അത്രയൊന്നും ആലോചിക്കുന്നില്ല. ബിക്കോസ് നമ്മളോട് അങ്ങനെയൊന്നും പറഞ്ഞു തന്നിട്ടില്ല, നമുക്ക് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടില്ല ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്പലത്തിന്റെ ആ ഒരു കോൺസെപ്റ്റ് ഒരുപാട് മാറിയിട്ടുണ്ട്. അറൌണ്ട് 2000-3000 ഇയേഴ്സ് മുന്നേ അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജി സെന്റർ. പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർ കൂടി വന്ന് അവിടെ നിന്ന് കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ആൾക്കാർ മെഡിറ്റേറ്റ് ചെയ്യും. അവിടെ ഇരുന്ന് പോകുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ മോഡേൺ എറ, ഇപ്പോഴത്തെ കാലത്തൊക്കെ നമ്മൾ അമ്പലത്തിൽ പോകും. എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട ദിവസമാണെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പോകും, കൈകുപ്പി പ്രാർത്ഥിക്കും, പ്രസാദം വാങ്ങിക്കും, പെട്ടെന്ന് തിരിച്ചു വരുവാണ് ചെയ്യുന്നത്. ഒരിക്കലും അവിടെ ഇരുന്ന് ആ ഒരു എനർജി അബ്സോർബ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് അറിയില്ല. നാട്ടിൽ പോകുമ്പോൾ ചില ആൾക്കാർ പോകും, എന്നൊന്ന് അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസാദം വാങ്ങിച്ചത് ഒന്ന് ഇരുന്നിട്ട് പോവാണ്. അതിന്റെ റീസൺ ഇതായിരുന്നു, ആ ഒരു അമ്പലത്തിന്റെ എനർജി നമ്മൾ വാങ്ങിക്കുക, അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എവിടെ ഇരിക്കാതെ നേരെ പോയി വീട്ടിൽ പോകണമെന്നും പറയും. ബിക്കോസ് ആ ഒരു എനർജി നമ്മൾ നമ്മുടെ കൂടെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്, എന്നിട്ട് നമ്മുടെ വീട്ടിലേക്ക് ആ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി. അപ്പൊ അത്രയും ആ ഒരു എനർജി ഫോക്കസ്ഡ് സ്ഥലമായിരുന്നു അമ്പലം. പക്ഷെ കുറെ കാലം മുന്നേ ഈ കൊളോണിയൽ റൂൾ വന്നപ്പോൾ, ഈ ബ്രിട്ടീഷേഴ്സും യൂറോപ്യൻ കൾച്ചറൊക്കെ വന്ന സമയത്ത് അമ്പലങ്ങളിലുള്ള ഈ സ്വർണ വിഗ്രഹങ്ങളും ഈ പാത്രങ്ങളും ഇതൊക്കെ കട്ടെടുക്കാൻ തുടങ്ങി, ലൂട്ടിങ് തുടങ്ങി, റോബറി തുടങ്ങി. അപ്പോൾ അമ്പലത്തിന്റെ ആ ഒരു എല്ലാവരും വന്നിരിക്കുന്ന ഒരു കോൺസെപ്റ്റ് മാറി, എല്ലാവർക്കും ഭയങ്കര പേടിയായി തുടങ്ങി. അതുകൂടാതെ അമ്പലത്തിന്റെ വരുന്ന ഒരു റവന്യൂ, അതായത് വരുമാനം ഒക്കെ അവിടുത്തെ ആ ഒരു ബ്രിട്ടീഷേഴ്സ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അപ്പം ആൾക്കാർക്ക് ആ ഒരു ഫ്രീഡം നഷ്ടപ്പെട്ടു. അന്നായിരുന്നു ഭക്തി മൂവ്മെന്റ് സ്റ്റാർട്ട് ആയത്. അപ്പം കുറെ ഇങ്ങനെ ഭക്തന്മാര് അവരുടെ ആ ഒരു ഭക്തി കാണിക്കാൻ വേണ്ടി ഒരുപാട് പ്രേയേഴ്സ്, ഒരുപാട് നാമങ്ങളൊക്കെ പാടി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ ഒരു കാലം കാരണം, ആ ഒരു വിശ്വാസം കാരണമാണ് പിന്നെയും നമുക്ക് ഇപ്പൊ കാണുന്ന അമ്പലങ്ങള് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് എല്ലാം ഈ കൊളോണിയൽ പീരിയഡ്, ആ ഒരു ഇൻവേഷന്റെ സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയേനെ. അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്ത സമയം, അതായത് ഒരു 2700 വർഷം മുന്നേ ഒക്കെ മയൂര ഡൈനസ്റ്റി, പിന്നെ ഗുപ്ത ഡൈനസ്റ്റി, ഇതൊക്കെ ഹിസ്റ്ററിയിൽ പഠിച്ച കാര്യങ്ങളായിരുന്നു. പക്ഷെ അവര് ഒരുപാട് സ്റ്റോൺസും റോക്ക് വെച്ച് അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ ആ ഒരു സമയത്ത്. അപ്പം അങ്ങനത്തെ അമ്പലങ്ങൾ ഇപ്പോഴും കുറെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൊളോണിയൽ സമയത്ത് ഈ വെൽത്ത് ഒക്കെ കൊണ്ടുപോയി കട്ടെടുത്തു എന്നൊക്കെ പറയുമ്പം ഇപ്പോഴും ലണ്ടനിലെ മ്യൂസിയത്തില്, ഇവിടെ കർണാടക, ആന്ധ്രാപ്രദേശിലുള്ള ഐഡൽസ്, അതായത് വിഗ്രഹങ്ങൾ മ്യൂസിയത്തിൽ വെച്ചേക്കാണ് ചെയ്യുന്നത്. അമരാവതി സ്തൂപ സ്കൾപ്ചർ ആന്ധ്രാപ്രദേശിൽ നിന്നും ചോല ബ്രോൺസസ് ലണ്ടൻ മ്യൂസിയത്തിൽ ഇപ്പോഴും വെച്ചേക്കുകയാണ് ചെയ്യുന്നത്. സോ
അത്രത്തോളം നമ്മൾ ഹെൽപ്ലെസ് ആയിരുന്നു ആ സമയത്തെ ആൾക്കാർ. പക്ഷെ നമ്മളിപ്പോഴും ലക്കിയാണ്, ബിക്കോസ് ഇപ്പോഴും നമ്മൾ അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ ഒരു ഊർജം, ആ ഒരു എനർജി ഇപ്പോഴും അമ്പലങ്ങളിൽ ഉണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ മാറി. നമ്മൾ ശരിക്കും തിരിച്ച് ആ ഒരു കാര്യം ഫോളോ ചെയ്യാൻ തുടങ്ങണം. ഈ ഒരു അമ്പലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല, ബിക്കോസ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ലൈഫിലെ സ്ട്രെസ് മാറ്റാൻ വേണ്ടി നമ്മൾ കുറെ മീ ടൈം വേണമെന്ന് പറയുന്നു, കുറെ സെൽഫ് കെയർ വേണമെന്ന് പറയുന്നു, മെഡിറ്റേറ്റ് ചെയ്യണം. പക്ഷെ അമ്പലങ്ങൾ തൊട്ടാണ് ഈ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ആയത്. അങ്ങോട്ടാണ് നമ്മൾ തിരിച്ചു പോകേണ്ടത്. ബിക്കോസ് അഗൈൻ ഇതൊരു പഴഞ്ചൻ കാര്യമല്ല. ഇപ്പം എന്റെ ജനറേഷന് ഒരുപാട് ഇങ്ങനെ ഒരു തോന്നലുണ്ട്, അമ്പലത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ ബുക്കൊക്കെ വായിക്കുന്നതും ഒക്കെ ഒരു പഴഞ്ചൻ കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും പഴഞ്ചനല്ല. ഇതാണ് നമ്മുടെ ശരിക്കും ഉള്ള റൂട്ട്സ്. അപ്പം നമ്മൾ പറയില്ലേ വന്ന വഴി മറക്കാൻ പാടില്ല എന്നൊക്കെ നമ്മളോട് പറയില്ലേ, അങ്ങനെ തന്നെ ആ ഒരു വഴി നമ്മൾ ഓർത്ത് വെക്കണം. ബിക്കോസ് അതാണ് നമ്മളെ അവിടെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നത്. നമ്മൾ എത്രത്തോളം വെസ്റ്റേൺ കൾച്ചർ ഇല്ലെങ്കിൽ പുറത്ത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ വെച്ച് ഇൻഫ്ലുവൻസ് ആയാൽ പോലും നമ്മളെ പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന ആ ഒരു ബോണ്ട്, ആ ഒരു കാര്യമാണ് നമ്മുടെ കൾച്ചർ. അപ്പൊ അത് നമ്മൾ മാക്സിമം പ്രിസർവ് ചെയ്യണം. അത് മാത്രമല്ല, ഇനി വരാൻ പോകുന്ന ജനറേഷൻ, ഇനി വന്ന ജനറേഷൻ, അവരോടൊക്കെ പറഞ്ഞ് നമ്മൾ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാപ്പിച്ചു കൊടുക്കണം. ബിക്കോസ് നമ്മൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരും ചെയ്യില്ല. അപ്പം അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളിത് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പിള്ളേരും ഇനി വരാൻ പോകുന്ന ജനറേഷനൊക്കെ അത് ഫോളോ ചെയ്യുള്ളൂ. ബിക്കോസ് സയൻസ് എത്രത്തോളം അഡ്വാൻസ് ആയാൽ പോലും നമ്മുടെ ആ ഒരു ബേസിക്സ് നമുക്ക് ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. അപ്പൊ അതാണ് നമ്മളിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി എപ്പോഴെങ്കിലും അമ്പലത്തിൽ പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ പ്രസാദം വാങ്ങിക്കാൻ വേണ്ടി അമ്പലത്തിൽ പോകരുത്. അമ്പലത്തിൽ പോവുകയാണെങ്കിൽ കുറച്ച് സമയം കണ്ടെത്തി, ഒരു വഴിപാടിന് വേണ്ടി പോകരുത്, കുറച്ച് സമയം കണ്ടെത്തി അവിടെ ഒരു 5, 10, 15 മിനിറ്റ് ഇരിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. ബിക്കോസ് അത് നിങ്ങൾ വേറെ ആർക്കും വേണ്ടിയല്ല ചെയ്യുന്നത്. അമ്പലത്തിൽ പോകുന്നത് നമ്മൾ നമുക്ക് വേണ്ടിയാണ്. അമ്പലത്തിൽ പോകുന്നത് നമ്മൾ നമ്മുടെ ബോഡി, നമ്മുടെ മനസ്സിനെ കാമാക്കാൻ വേണ്ടിയാണ്. അപ്പം ഇതൊക്കെ ഞാൻ പഠിച്ച് മനസ്സിലാക്കി ഇവിടെ വന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചു. ഇതിൽ ഇത് കാണുന്ന കുറെ ആൾക്കാർക്ക് ഇതൊക്കെ ആദ്യമേ അറിയാതിരിക്കാം, പക്ഷെ ഞാൻ ഈ ഇടയ്ക്കാണ് ഇതൊക്കെ മനസ്സിലാക്കി. അപ്പൊ ഇന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനലിൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു, ബൈ.